വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ധീരമരണം. 1752 രാജാവിൻ്റെയും ദിവാനുടെയും യഥാർത്ഥ ഉത്തരവ് ദേവസഹായത്തെ തിരുവിതാംകൂറിൽ നിന്നും പാണ്ഡ്യരാജ്യമായ ആരൽവമൊഴിയിലേക്ക് നാടുകടത്തുക എന്നതായിരുന്നു. ആരൽവമൊഴിക്കടുത്തുള്ള വനം പ്രദേശത്തുള്ള കുന്നുകളിൽ അദ്ദേഹത്തെ അവർ വിട്ടയച്ചു. അവിടെ അദ്ദേഹം ആഴത്തിലുള്ള ധ്യാനങ്ങൾ ആരംഭിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾ വിശുദ്ധനെ സന്ദർശിക്കുവാൻ തുടങ്ങി. ഈ സമയത്ത് ഉയർന്ന ജാതിക്കാരായ ഹിന്ദുക്കൾ ദേവസഹായത്തെ ഇല്ലാതാക്കുവാനുള്ള ഗൂഢാലോചനയും ആരംഭിച്ചു. ചില ആളുകൾ വിശ്വസിക്കുന്നത് പട്ടാളക്കാർ കാട്ടുമലകളിലേക്ക് കയറി ദേവസഹായത്തെ വെടിവെക്കുവാൻ ശ്രമിച്ചു. പക്ഷേ അവർക്ക് വെടിവെക്കുവാൻ കഴിഞ്ഞില്ല. അതിനുശേഷം അദ്ദേഹം തോക്ക് കയ്യിലെടുത്ത് അനുഗ്രഹിച്ചു തിരികെ സൈനികർക്ക് നൽകി. പട്ടാളക്കാർ തോക്ക് തിരികെ എടുത്ത് 5 തവണ അദ്ദേഹത്തിനു നേരെ വെടിയുതിർത്തു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കട്ടടിമലയിലെ താഴ്വരയ്ക്ക് സമീപം അശ്രദ്ധമായി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. കന്യാകുമാരി ജില്ലയിലെ കട്ടടിമലയിൽ 1752 ജനുവരി 14 ദേവസഹായം പിള്ള വെടിയേറ്റു മരിച്ചു. പിന്നീട് ആ പ്രദേശത്തെ ചിലർ പിള്ളയുടെ മൃതദേഹം കണ്ടെടുത്ത് ഇന്നത്തെ നാഗർകോവിലിലെ കോട്ടാറിലുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ആ പള്ളിയിൽ സംസ്കരിച്ചു. അതിപ്പോൾ രൂപതാ കത്തീഡ്രലാണ്. ദേവസഹായം പിള്ളയുടെ മൃതദേഹം സംസ്കരിച്ച ദിവസങ്ങൾ മുതൽ നിരവധി ക്രിസ്ത്യൻ തീർത്ഥാടകരാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം സന്ദർശിക്കുകയും പ്രാർത്ഥനകൾ നടത്തുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നത്.